സത് ശ്രീ അകാൽ. പഞ്ചാബിൽ വീണ്ടും ഒരു ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. പഞ്ചാബികളെക്കാൾ പോരാട്ടങ്ങൾ കണ്ട ഒരു ജനത ഇന്ത്യയിൽ വേറെ ഉണ്ടാകില്ല. വിദേശ ശത്രുക്കളോടും മണ്ണിനോടും ഒരുപോലെ പോരടിച്ച് വിജയിച്ച ചരിത്രമാണ് പഞ്ചാബിൻ്റെ കരുത്ത്. ഒരു കാലത്ത് ഹരിത വിപ്ലവത്തിന് കൊടിപിടിച്ച ഈ നാട് ഇന്ന് സമസ്ത മേഖലകളിലും തളർച്ചയിലാണ്. പഞ്ചാബിൻ്റെ തളർച്ചയുടെ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഈ ഗ്രാമങ്ങളിലാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിഭൂമികൾ അത് പഞ്ചാബിൻ്റെ ഹരിത വിപ്ലവ കാലത്തിൻ്റെ അവശേഷിപ്പുകളാണ്. 70കളിലും 80കളിലും കർഷകരുടെ അധ്വാനത്തിന്റെ ബലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികമായ സംസ്ഥാനം. ഇന്ന് ലക്ഷം കോടിയിലേറെ കടത്തിൽ. കാർഷിക മേഖലയിലെ പ്രസിദ്ധി ഇന്ന് മയക്കുമരുന്നിന്റെ കുപ്രസിദ്ധിക്ക് വഴിമാറിയിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ പഞ്ചാബിലെ ഗ്രാമങ്ങൾ തന്നെ വിവരിക്കും. പഞ്ചാബിലെ അതിർത്തി ഗ്രാമമായ കൽസയിലെ കർഷക സമിതി അധ്യക്ഷൻ സുർജിത് സിംഗിൻ്റേത് വെറും അഭിപ്രായമല്ല, അനുഭവമാണ്. किसान के लागत खर्चे बहुत ज़्यादा हैं तो नफ़ा नहीं हैगा, नुकसान है. जे स्वामीनाथ कमीशन की रिपोर्ट लागू की जाए वो 50% मुनाफा जोड़ के किसान को दिता जाता है. वो सरकार भी खुशहाल होती है, किसान भी खुशहाल होता है. किसान की यो मुश्किल है भी किसान को चंगे रेट मिलन, सही रेट मिलन, आप ही किसान खुशहाल है. सही रेट नहीं मिलते, लागत खर्चे ज़्यादा हैं, इस करके किसानों के कर्जा बहुत चढ़ गया. इस करके बहुत खुदकुशियाँ हो रही हैं. लोन तो चलो सभी मिल ही जाता है, पर आ जी नोटबंदी ये बहुत मुश्किल आई लोगों को. रात ठंड वगैरह उत्थे जाके बैंकों से सौना, बिस्तरे गरीब बंदे भी जिसके घर मान लो भी 5,000 रुपया उसने जमा करा लिया, वो 1,000 लेने के लिए उससे तकरीबन लाइन में खड़ा है. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നത് പഞ്ചാബിലെ കർഷകരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. വ്യവസായവൽക്കരണത്തിനോടൊപ്പം നീങ്ങിയില്ല എന്നതിനപ്പുറം കാർഷിക മേഖലയെ മാറി മാറി വന്ന സർക്കാരുകൾ പൂർണ്ണമായും തഴഞ്ഞു. മുന്നിൽ മറ്റു മാർഗങ്ങളില്ലാതായതോടെ കർഷക ആത്മഹത്യകൾ സംസ്ഥാനത്ത് പെരുകി. ഒരു കാലത്ത് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് പഞ്ചാബ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇവിടുത്തെ കാർഷിക രംഗം തകർച്ചയിലാണ്. കടം മൂത്ത് നിരവധി കർഷകർ പഞ്ചാബിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. കടബാധ്യതകൾ താങ്ങാനാകാതെ കഴിഞ്ഞ ജനുവരിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കുൽദീപ് സിംഗിന്റെ വീട്ടിലേക്കാണ് സുർജിത് സിംഗ് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്ത കുൽദീപിന് ബാങ്കിൽ നിന്നും ലോൺ കിട്ടിയില്ല. പാട്ടത്തിനെടുത്ത 3 ഏക്കർ ഭൂമിയിൽ കടം വാങ്ങിയ പണം കൊണ്ട് കൃഷി നടത്തി. തുടർച്ചയായി നെല്ലിനും ഗോതമ്പിനും വിലയിടിഞ്ഞ് കടം പെരുകിയതോടെ ഭാര്യ ലഖ്വിന്ദറിനോടൊപ്പം വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. उसने पता नहीं कितना ही पैड़े गहने वाज के हाथ जोड़ के उन्हें तो जान छुड़ाई है. उन्हें खुद कुछ दवाई पी के मरे. സർക്കാരിൽ നിന്നും 1 രൂപ പോലും സഹായം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇത് കുൽദീപിന്റെ മാത്രം കഥയല്ല. പഞ്ചാബിൽ ആത്മഹത്യ ചെയ്ത എല്ലാ കർഷക കുടുംബങ്ങളുടെയും അനുഭവങ്ങൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ദുരനുഭവങ്ങൾ മാത്രം പിന്നിലുള്ളപ്പോഴും കുൽദീപിന്റെ മക്കൾ കൃഷി തുടരുകയാണ്. देखो हमारे घर का क्या हाल है, कुछ नहीं एग्रीकल्चर ही करते हैं, कुछ नहीं बचता है. तो जो जिनका है जो सारा तो खर्चा इसमें नहीं पूरा पड़ता है. तो हम यही से हम रिक्वेस्ट करते हैं कि हमें कोई ना कोई नौकरी दी जाए. तो +2 करके और BA करके हम घर ही बैठे हैं. दो ईयर हो गए मैंने +2 की को, और भर्ती आर्मी होने की कोशिश की पर नहीं हो पा रहा है. अभी ट्राई कर रहे हैं हम, आर्मी की देखते हैं
वो उसमें नहीं काम बनता। हाँ जी, कभी काहे जो मेडिकल चो कभी टेस्ट जो कर देंगे। हाँ जी, अभी गई थी हमें തൊഴിലില്ലായ്മ അതാണ് ഇന്ന് പഞ്ചാബിലെ യുവാക്കൾ അനുഭവിക്കുന്ന ഗുരുതരമായ യാഥാർത്ഥ്യം. ഹരിത വിപ്ലവത്തിന് മുന്നിൽ നടന്ന പഞ്ചാബ് വ്യവസായവൽക്കരണത്തിന്റെ വണ്ടി പിടിക്കാൻ വിട്ടുപോയി. നവ ഉദാരവൽക്കരണത്തിന്റെ സാധ്യതകൾക്ക് മുന്നിൽ തലപ്പാവ് കിട്ടിയ സംസ്ഥാനം പകച്ചു നിന്നു. കുൽദീപിന്റെ മകൻ ഗുർചരൺ സിംഗ് പ്രകടിപ്പിച്ച നിസ്സഹായത പഞ്ചാബിലെ ഭൂരിഭാഗം വരുന്ന യുവാക്കളുടേത് കൂടിയാണ്. മുന്നിൽ മറ്റു വഴികളില്ലാതായതോടെ പണമുണ്ടാക്കാനുള്ള പുതിയ മാർഗങ്ങൾ അതിർത്തി കടന്നു വന്നു.